ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നുറുക്ക് ഗോതമ്പം വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 തവണ കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച നുറുക്ക് ഗോതമ്പ് ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ 2 മിനിറ്റ് നേരം വറുത്തെടുക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതെടുക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനത്തെയൊക്കെ ഒരു പാത്രമാണെങ്കിൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പൊട്ടി വരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് നുറുക്ക് ഗോതമ്പത്തിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഇതൊന്ന് കുക്കായി വന്നപ്പോൾ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു വേവിൽ തന്നെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിക്കനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് വന്നപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇത്ര തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം നമുക്കിതൊന്ന് വറ്റി കിട്ടാണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വെള്ളമൊന്ന് വറ്റി കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്.
ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നുറുക്ക് ഗോതമ്പം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. സ്കൂളിൽ വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി, അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നുറുക്ക് ഗോതമ്പം വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.